അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാൻ കോടതിയെ സമീപിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി. എറണാകുളം ചളിക്കവട്ടം തൃക്കോവിൽ ക്ഷേത്രഭൂമിയാണ് കയ്യേറി വ്യാജ പട്ടയമുണ്ടാക്കി വിൽപ്പന നടത്തിയത്. എടപ്പള്ളി സ്വരൂപത്തിന്റെ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. എടപ്പള്ളി സ്വരൂപം ഇവിടെ നാട്ടുകാരെ ഭരണം ഏൽപ്പിച്ചു. ക്ഷേത്രം മാത്രം, ക്ഷേത്രത്തിന് എത്ര സ്വത്തുണ്ടോന്നും ആർക്കും അറിയില്ല. അപ്പൊ ഇവിടെ ഒരു ശങ്കുണ്ണി എന്ന് പറഞ്ഞൊരു വ്യക്തി അന്നത്തെ കാലത്തെ ഒരു പ്രമാണിയായിരിക്കാം. പുള്ളിയാണ് ഇതിന്റെ താക്കോല് എടപ്പള്ളി സ്വരൂപം കൊടുക്കുന്നത്. അങ്ങനെ അവരും അവരുടെ തലമുറയും അവരുടെ മക്കളും ഒക്കെ ആയി വന്നപ്പം ഞാൻ വരുന്ന സമയത്ത് ഒരു പവിത്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിന്റെ പ്രസിഡന്റ്. അപ്പം പുള്ളിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ കാര്യം അറിയില്ല, നമുക്ക് അറിയില്ല. കാര്യം ഇത് ക്ഷേത്രം നടക്കുമ്പോൾ ആരുടെയാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത്. അന്നിവിടെ SNDPക്ക് ചെറിയൊരു മന്ദിരമുണ്ട്. മന്ദിരം എന്ന് പറയുന്നത് ഒരു ഷെഡ്. അത് അതിനകത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഗുരുസ്വാമിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവര് ഈ ശങ്കുണ്ണി എന്ന് പറഞ്ഞ വ്യക്തി അവർക്ക് ദാനം കൊടുത്താണ് ഈ സ്ഥലം. കാര്യം ഇത് അവരുടെ ഭൂമിയാണല്ലോ, ക്ഷേത്രഭൂമി. ഇത് അവർ ശങ്കുണ്ണിയുടെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അവരതിൽ നിന്നൊരു മൂസിന് സ്ഥലം SNDPക്ക് കൊടുത്തു. അവരവിടെ പോയി അവർ ഇവിടെ ആർക്കും അവരെല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു കുളത്തിന്റെ ഒരു വിഷയം, ബാക്കിൻ്റെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളം നികത്താനായിട്ട് കുറെ മണ്ണും ഒക്കെ ആയിട്ട് വന്നപ്പോൾ സമയത്ത് ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കാം. അപ്പൊ അന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കുളം നികത്താൻ നാട്ടിലെ സമയത്ത് തിരിച്ചുപോയി. അപ്പോഴാണ് ഇത് എന്താണെന്ന്, ഇത് കുളം അമ്പലത്തിന്റെ ആണെന്നും ഇതിനൊരു സംഗതി ഉണ്ടെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചത്. അമ്പലത്തിന് സ്ഥലമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അത് സ്ഥലം ഭഗവാൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, ഏക്കർ കണക്കിനുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് ചുറ്റി പ്രദക്ഷിണം ശരിക്കും വെക്കാൻ പോലുമുള്ള ഒരു ഇതില്ല. ആദ്യമൊക്കെ വളരെ അകത്തും വളരെ കഷ്ടത്തിലായിരുന്നു, സ്ഥലവും അഴുക്കും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ അത് ഈ കമ്മിറ്റിയൊക്കെ കൂടി എല്ലാവരും കൂടെ ചേർന്ന് പൊതുജനങ്ങൾ കുറേ ആളുകൾ കൂടി നന്നാക്കി ഈ പരുവത്തിലെത്തിച്ചു. പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നും ആയില്ല. എന്താന്ന് വെച്ചാൽ പ്രാഥമിക ആവശ്യങ്ങൾ വഹിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. രാവിലെ 6 മണിക്കൊക്കെ ഈ അഖണ്ഡനാമം തുടങ്ങും, 1-ാം തീയതി മലയാള മാസം. ഈ വയസ്സായ ആളുകളാണ് വന്നിരുന്ന് വായിക്കുന്നത്. അവർക്കൊന്നും ബാത്റൂമിൽ പോകാനായിട്ട് ഒരു സൗകര്യമില്ല. അത് കാരണം കൂടുതലും ആളുകൾ വരാൻ മടിക്കും. അപ്പുറത്ത് 2 കോളം ഉണ്ടായിരുന്നു, പുറകിൽ ഇപ്പോൾ ഒരു കോളമുണ്ട്, ഒരു നാഗത്തന്മാരിരിക്കാൻ വേണ്ടി സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ഇപ്പോൾ പറഞ്ഞതിനോട് ഒരു അമ്പലത്തിലൊരു വണ്ടി കൊണ്ടുവന്ന് അമ്പലത്തിൽ ഭക്തജനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ തൊഴാൻ സമ്മതിക്കൂല. അതിന് മുമ്പ് വണ്ടി മാറ്റും എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ വണ്ടി മാറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു ആലിന്റെ മുമ്പിൽ വഴി. മുന്നോട്ട് പോകുമ്പോൾ പോലീസിനെ വിട്ട് പേടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. ഇവിടെ ഉത്സവം നടക്കാൻ നേരം ആയപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ അപ്പുറത്ത് ഇത് കെട്ടുമായിരുന്നു. സ്റ്റേജൊക്കെ കെട്ടി എല്ലാ പരിപാടിയും നടത്തും, ഗാനമേള നാടകമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. അന്ന് ഒരു കത്തിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ചെറിയ പിള്ളേരൊക്കെ ആയിരുന്നു അന്ന്, ചെറിയ കമ്മിറ്റിക്കാർ. അവരെല്ലാം പേടിപ്പിച്ച് ഓടിച്ചു. അതിനുശേഷം പിന്നെ പുതിയ ഈ പത്മദാസ് അവിടെ കൗൺസിലറാണ്, ഒരു കോർപ്പറേഷൻ കൗൺസിലർ. പുള്ളി വന്നതോടുകൂടിയാണ് ധൈര്യമായിട്ട് ആ കെട്ടിയ മതിൽ പൊളിച്ചു കളഞ്ഞു. എൻ്റെ പേര് പത്മദാസ്. ഞാൻ 47-ാം ഡിവിഷനിലെ കൗൺസിലറാണ് കൊച്ചി നഗരസഭയിലെ. ഇത് കാലാകാലങ്ങളിൽ നോക്കാതെ ആദ്യം ദേവസ്വം ബോർഡ് ഇടപെടാതെ കിടന്ന് ഇത് കുറച്ച് പ്രദേശവാസികൾ, ശ്രീമാൻ ശങ്കുണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ, വെളിയിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന അദ്ദേഹവും നെട്ടായിക്കോടത്ത് എന്ന് പറയുന്ന 2 ഫാമിലിയാണ് ഇത് കൈവശം വെച്ച് ഇതിന് വ്യാജരേഖകൾ വെച്ച് പട്ടയം സിദ്ധിച്ച് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ജഡ്ജിമാരുടെ ഫ്ലാറ്റാണ് ആ കാണുന്നത്. ആ ഫ്ലാറ്റ് പോലും വ്യാജരേഖ വെച്ചിട്ടാണ് കൊച്ചി നഗരസഭയിൽ നിന്ന് പെർമിറ്റ് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതിനെതിരെ ഞാനാണ് വ്യാജരേഖ വെച്ചതുകൊണ്ട് എനിക്കെതിരെ കമ്മീഷണർക്ക് പരാതി കൊടുത്തൊരു സംഭവം ഉണ്ടായി. അപ്പം അത്തരം സംഗതികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ദേവസ്വം ഭൂമിയാണ്. 4.5 ഏക്കർ തനത് പ്രോപ്പർട്ടിയും 2.5 ഏക്കർ പട്ടയ ഭൂമിയും ഉള്ള ദേവസ്വം ബോർഡ് തനത് തൃക്കോവിൽ ക്ഷേത്രം തനത് എന്ന് സെറ്റിൽമെന്റ് രജിസ്റ്ററിലും BTRലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണ്. ഈ ക്ഷേത്രത്തിനകത്ത് 2 കോവിൽ പണിതിട്ട് അതിനിടയ്ക്ക് ക്ഷേത്രം പൊളിച്ചു. 2 പണിയാൻ നോക്കി ഇവര് ആ 8 സെന്റിനകത്ത് എത്തിച്ച്, അതായത് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സ്ഥലമില്ലാത്ത രീതിയിൽ അമ്പലം പണിത് വെച്ചു, ചുറ്റമ്പലം പണിത് വെച്ചു. പിന്നെ ഇതിനകത്ത് പുറത്തെ സ്ഥലങ്ങളെല്ലാം അവരുടെയാണ്. ഒരു 5 ലിങ്സ് വഴി ഇവിടുന്ന് അങ്ങോട്ട് ഈ കയറാനായിട്ട് ഇവിടുന്നൊരു വഴി അങ്ങോട്ട് മാത്രമല്ലാതെ കൃഷ്ണനില്ല, ശിവന് മാത്രം. കൃഷ്ണൻ എന്നിട്ട് ഇവിടുന്ന് അവിടെ നിന്ന് നീളത്തെരും മതിലും അങ്ങ് കെട്ടി വെച്ചു, അരവിത്ത് പോലെ കെട്ടി വെച്ചു. ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ നിൽക്കണം. അപ്പോൾ കൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ മതിലാടി പുറത്ത് ഇറങ്ങും. ശിവന് പോകാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ആലോചിച്ചിട്ടേ പുറത്ത് പോകാൻ പറ്റും. ആലോചിക്കുമ്പോൾ ഞങ്ങൾ നാട്ടിൽ കൂടിയിട്ട് എന്തായാലും ഒരു ദിവസം രാത്രി ഞങ്ങളത് പൊളിച്ചു കളഞ്ഞു, ഈ ലെവലിലാക്കി. പക്ഷെ ഇപ്പോഴും വാഹനങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ നമുക്ക് തടസ്സമൊന്നുമില്ല. വാഹനങ്ങൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇത് നമ്മുടെ ഇതിൻ്റെ പ്രൂഫുകളൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രൂഫ് നമ്മുടെ ഇല്ല.
ഈ 15 ദിവസം കുളത്തിന്റെ ഉണ്ട് എവിടെയെങ്കിലും കെട്ടി കൊണ്ടുവന്ന് കുളത്തിന്റെ കേസ് കൊടുത്തുള്ള, അല്ലാതെ അവസാനം ഇത് പ്രൈവറ്റ് പാർട്ടികളാണ് ഇതിനെല്ലാം കേസ് കൊടുത്തോണ്ടിരുന്നത്, അല്ല ഈ വ്യക്തികളെ. അത് അവർ കുറച്ചാൾ കഴിയുമ്പോൾ അവർ മടുക്കുമ്പോൾ അവർ നിർത്തും. അങ്ങനെ നിന്ന് പോയപ്പോൾ ഇവർക്കൊരു അതായത് അവർക്കതൊരു ഗുണമായിട്ട് കിട്ടി. പക്ഷെ നമ്മളിത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 അമ്മമാർ ഇടപെട്ടിട്ട് അവരെന്തോ ഇവിടുത്തെ അമ്പലത്തിനകത്ത് എന്തോ ഒരു വിഷയം വന്നപ്പോൾ കൊണ്ട് കേസ് കൊടുത്താണ്. അത് ഒരു വക്കീൽ ഏറ്റെടുത്ത് ആ വക്കീലായിട്ടാണ് ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ, ഇപ്പോൾ അവരാണ് കേസ് നടത്തുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി വന്നിട്ട് അവർ ഗവൺമെൻറ്റിൻ്റെ ഇത് 10-80% ക്ഷേത്രത്തിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലം വാങ്ങിത്തന്ന് ക്ഷേത്രത്തിനെ ഒന്ന് പുനരുദ്ധാരണം ചെയ്ത് ഒരു മൂത്രപ്പുരയും അതേപോലെ ഒരു ചുറ്റമ്പലം പ്രദക്ഷിണ വഴിയും കൂടെ വേണം. അതിനുള്ള സഹായം ചെയ്തു തന്നാൽ അത് സാരമായിരുന്നു. മഹാവിഷ്ണുവും മഹാദേവനും ഒരുമിച്ചുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നതാണ്. ഇന്ന് ഇതിന്റെ ഭൂരിഭാഗവും അനധികൃതമായി കയ്യേറിക്കഴിഞ്ഞു. നഷ്ടപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചു ലഭിക്കണമെന്ന ആവശ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. ബിവിനൊപ്പം ബീന റാണി, ജനം, കൊച്ചി.